സുഹൃത്തുക്കളെ, സമ്പത്ത് ആദ്യം ചിന്തയിൽ നിന്നാണ് ജനിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ₹1 പോലും ഇല്ല എന്ന് വിചാരിക്കട്ടെ. എന്നാലും നിങ്ങൾക്ക് ധനികനായി ജീവിക്കാൻ തുടങ്ങാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? മിക്ക ആളുകളും ജീവിതം മുഴുവൻ ഒരു വലിയ തെറ്റിദ്ധാരണയുമായിട്ട് ജീവിക്കുകയാണ്. ആദ്യം പണം വരും, പിന്നെ മനസ്സ് മാറുമെന്നാണ്. എന്നാൽ ജീവിതം നിശബ്ദമായി പഠിപ്പിക്കുന്ന ഒരു പ്രധാന സത്യമുണ്ട്. മനസ്സ് മാറിയതിനു ശേഷമാണ് പണം വരുന്നത്. ഇതൊരു മാന്ത്രിക കഥയല്ല, മനുഷ്യൻ്റെ തീരുമാനങ്ങളുടെയും ശീലങ്ങളുടെയും മനഃശാസ്ത്രത്തിൻ്റെയും കഥയാണ്. 2 മനുഷ്യരെ സങ്കല്പിക്കുക. 2 പേർക്കും ഒരേ ശമ്പളമാണ്, ഒരേ നഗരത്തിലാണ് താമസം, ഒരേ അവസരങ്ങളാണ് ലഭിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ഒരാൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, മറ്റൊരാൾ കടബാധ്യതയിലാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടായത്? ബാങ്ക് ബാലൻസ് കൊണ്ടാണോ? അല്ല, ബാങ്ക് ബാലൻസ് ഉണ്ടാകുന്നതിന് വളരെ മുൻപ് അവരുടെ മനസ്സിലുണ്ടായ വ്യത്യാസം കൊണ്ടാണ്. നമ്മുടെ തലച്ചോർ ലോകത്തെ കാണുന്ന യാഥാർത്ഥ്യം പോലെയല്ല, നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലാണ്. ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഞാൻ ഒരിക്കലും സമ്പന്നനാകില്ല എന്ന് ഉള്ളിൽ വിശ്വസിച്ചാൽ അവൻ്റെ തലച്ചോർ ആ വിശ്വാസത്തെ ശരിവെക്കുന്ന തെളിവുകൾ മാത്രം അന്വേഷിക്കാൻ തുടങ്ങും. പുതിയ അവസരങ്ങൾ പോലും അവന് അപകടകരമായി തോന്നും, പുതിയ ആശയങ്ങൾ പോലും അസാധ്യമാണെന്ന് തോന്നും. കാരണം തലച്ചോർ അവനെ സംരക്ഷിക്കുകയാണ്, പഴയ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ഇതാണ് മനഃശാസ്ത്രത്തിൽ പലപ്പോഴും പറയുന്ന സ്വയം ഉറപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ശക്തി. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കാണാൻ തുടങ്ങുന്നു, നമ്മൾ കാണുന്നത് നമ്മൾ വീണ്ടും വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു വട്ടം രൂപപ്പെടുന്നു, ഒരു വൃത്തം രൂപപ്പെടുന്നു, ഒരു ചക്രം രൂപപ്പെടുന്നു. കുട്ടിക്കാലത്ത് വീട്ടിൽ പണത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾ കേട്ടിരുന്നത്? പണം പാവമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ധനികർ നല്ലവരല്ല എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിന് ഇത്രയേ ഉള്ളൂ എന്ന് പലതവണ കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ നിങ്ങളുടെ ഓർമ്മയിൽ മാത്രമല്ല, നിങ്ങളുടെ തീരുമാനങ്ങളിലും ജീവിക്കുന്നുണ്ട്. ചിലർക്ക് വലിയ അവസരങ്ങൾ വന്നാലും അവർ സ്വയം പിന്നോട്ട് പോകുന്നു. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, വിജയിക്കാനുള്ള അനുമതി അവരുടെ മനസ്സ് തന്നെ നൽകിയില്ലാത്തത് കൊണ്ടാണ്. ഒരു രസകരമായ കാര്യമുണ്ട്. ഒരാൾക്ക് 10 ലക്ഷം രൂപ ലഭിച്ചാലും അവൻ്റെ സാമ്പത്തിക ചിന്ത മാറിയില്ലെങ്കിൽ ആ പണം പതിയെ ഇല്ലാതാകും. എന്നാൽ മറ്റൊരാൾ ചെറിയ വരുമാനത്തിൽ പോലും സമ്പത്തിൻ്റെ മനോഭാവം വളർത്തിയാൽ അവൻ വീണ്ടും വീണ്ടും ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ചിലർ ലോട്ടറി അടിച്ചിട്ടും വർഷങ്ങൾക്കുള്ളിൽ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നത്. പണം മാറി, പക്ഷേ പണത്തെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു മനസ്സ് മാറിയില്ല. പലരും കരുതുന്നത് സമ്പത്ത് അക്കൗണ്ടിലെ അക്കങ്ങളാണെന്നാണ്. പക്ഷേ യഥാർത്ഥ സമ്പത്ത് തീരുമാനിക്കപ്പെടുന്നു, അത് നിയന്ത്രണത്തിലാണ്, കാത്തിരിക്കാൻ ഉള്ള ക്ഷമയിലാണ്, പഠിക്കാൻ തയ്യാറുള്ള മനോഭാവത്തിലാണ്, നഷ്ടപ്പെട്ടാലും വീണ്ടും തുടങ്ങാനുള്ള ധൈര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകൾ ചെറിയ പണം പോലും വളരെ ബഹുമാനത്തോടെ ഉപയോഗിക്കും, മറ്റു ചിലർ വലിയ തുകയും നിസ്സാരമായി ചിലവഴിക്കുന്നു. വ്യത്യാസം തുകയിലല്ല, മനസ്സിലാണ്. മനഃശാസ്ത്രം പറയുന്നത് മനുഷ്യൻ ഓരോ ചെലവിനും മുൻപ് വികാരം അനുഭവിക്കുന്നു, പിന്നീട് മാത്രമാണ് യുക്തി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വിഷമമുള്ളപ്പോൾ പലരും അനാവശ്യമായ ജങ്ക് ഫുഡും മറ്റും വാങ്ങിക്കഴിക്കുന്നത്. സന്തോഷം വാങ്ങാൻ കഴിയുമെന്ന് മനസ്സ് തെറ്റിദ്ധരിപ്പിക്കുന്നു, പക്ഷേ സന്തോഷം വാങ്ങാൻ കഴിയില്ല. ചെറിയ ആശ്വാസം മാത്രം നൽകും. ആശ്വാസം വാങ്ങാൻ സാധിക്കും, അതുകൊണ്ട് വീണ്ടും ഒരു ശൂന്യത വരുന്നു, വീണ്ടും ചിലവ് വരും. ഇങ്ങനെ ഒരു ചക്രം തുടങ്ങും. ധനികരുടെ ഒരു പ്രധാന പ്രത്യേകത അവർ വികാരത്തേക്കാൾ ദീർഘകാല ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നതാണ്. അവർക്ക് ആഗ്രഹങ്ങളില്ല എന്നല്ല, പക്ഷേ ഓരോ ആഗ്രഹത്തിനും ഉടൻ കീഴടങ്ങുന്നില്ല. ഇതിന് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നിയമം പോലെ സംസാരിക്കപ്പെടുന്ന ആകർഷണ നിയമത്തെപ്പറ്റി പലരും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ആളുകൾ വിശ്വസിക്കുന്ന ആകർഷണം നിയമം എന്നാൽ അതൊരു ഫ്രോഡാണെന്നാണ്. ചിലർ വെറുതെ ചിന്തിച്ചാൽ പണം വരുമെന്നും കരുതുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നിങ്ങൾ തുടർച്ചയായി എന്താണ് വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ തുടങ്ങുന്നത്. എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും അവസരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോർ മുമ്പ് കാണാതിരുന്ന സാധ്യതകളെ കാണാൻ തുടങ്ങും. അതാണ് പലരും ആകർഷണം എന്ന് വിളിക്കുന്നത്. അത് വെറും അത്ഭുതമല്ല, മനസ്സിൻ്റെ ശ്രദ്ധയെ മാറ്റുമ്പോൾ ജീവിതത്തിൻ്റെ ദിശയും മാറും. ഒരു കർഷകൻ വിത്ത് വിതയ്ക്കാതെ വിളവിനായി കാത്തിരിക്കില്ല. അതുപോലെ പുതിയ ചിന്തകൾ വിതയ്ക്കാതെ പുതിയ ജീവിതത്തിനായിട്ട് കാത്തിരിക്കരുത്. സ്വയമേ സംഭവിക്കുമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഭാഷ പോലും നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ സ്വാധീനിക്കുന്നു. എനിക്ക് ഒരിക്കലും പണം ഉണ്ടാകില്ല എന്ന് പറയുന്ന ഓരോ വാക്കും മനസ്സിൽ ഒരു മതിലാണ് പണിയുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഓരോ വാക്കും ഒരു വാതിൽ തുറക്കും. ഇത് വെറും പോസിറ്റീവ് ചിന്തയല്ല. ഭാഷ നിങ്ങളുടെ വികാരങ്ങളെ, ഫീലിങ്ങിനെ മാറ്റും. ഫീലിംഗ് നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റും. തീരുമാനങ്ങൾ ജീവിതത്തെ മാറ്റും. പലരും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ സമ്പന്നരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ല. പണം മാത്രം വേണം, പക്ഷേ നിയന്ത്രണം വേണ്ട. വളർച്ച വേണം, പക്ഷേ പഠനം വേണ്ട.
ആദരവ് വേണം, പക്ഷേ മൂല്യം സൃഷ്ടിക്കാൻ താല്പര്യമില്ല. ജീവിതം അങ്ങനെ പ്രവർത്തിക്കില്ല. നിങ്ങൾ കൂടുതൽ പണം വേണമെങ്കിൽ ആദ്യം കൂടുതൽ മൂല്യം സൃഷ്ടിക്കുന്ന മനുഷ്യനാകണം. ലോകം ആളുകൾക്ക് പണം നൽകുന്നത് അവർ ആഗ്രഹിച്ചതിനല്ല, അവർ മറ്റുള്ളവർക്ക് നൽകിയ പ്രയോജനത്തിനാണ്. ഒരു പുസ്തകം എഴുതുന്ന മനുഷ്യൻ, ഒരു നല്ല അധ്യാപകൻ, ഒരു സത്യസന്ധനായ വ്യാപാരി, ഒരു മികച്ച തൊഴിലാളി, എല്ലാവരും ഒരേ രഹസ്യമാണ് പിന്തുടരുന്നത്. ആദ്യം അവർ മൂല്യം നൽകുന്നു, പിന്നീട് പ്രതിഫലം വരുന്നു. എന്നാൽ ഭയമുള്ള മനസ്സ് എപ്പോഴും ആദ്യം പ്രതിഫലം ചോദിക്കും. ഇതാണ് ദാരിദ്ര്യ മനോഭാവവും സമ്പത്ത് മനോഭാവവും തമ്മിലുള്ള വലിയ വ്യത്യാസം. നിങ്ങൾക്ക് ഒരിക്കലും എല്ലാം അറിയേണ്ടതില്ല, പക്ഷേ പഠിക്കാൻ തയ്യാറാകണം. പരാജയം വന്നാലും അത് നിങ്ങളുടെ വ്യക്തിത്വമല്ലെന്ന് മനസ്സിലാക്കണം. ഇപ്പം നഷ്ടം വന്നാലും ജീവിതം അവസാനിച്ചില്ലെന്ന് തിരിച്ചറിയണം. ഓരോ വലിയ സമ്പത്തിൻ്റെയും പിന്നിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങളുണ്ടാകും, ഒരുപാട് തിരുത്തലുകളുണ്ടാകും, ഒരുപാട് നിശബ്ദമായ രാത്രികളുണ്ടാകും. പക്ഷേ പുറത്തുള്ള ലോകം അവസാനം വിജയം മാത്രം കാണും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഫലം നോക്കി മാത്രം നിങ്ങളെ വിലയിരുത്തരുത്. നിങ്ങളുടെ മനസ്സ് എല്ലാ ദിവസവും എന്താണോ ശേഖരിക്കുന്നത് എന്ന് നോക്കുക. ഭയമാണോ, അസൂയയാണോ, പ്രതീക്ഷയാണോ, പഠനമാണോ? കാരണം മനസ്സ് ദിവസവും ശേഖരിക്കുന്നതാണ് ഭാവിയിലെ ജീവിതമായിട്ട് മാറുന്നത്. ഒരു ദിവസം ബാങ്ക് ബാലൻസ് കൂടും, പക്ഷേ അതിനു മുൻപ് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടണം. നിങ്ങളുടെ ചിന്തയുടെ നിലവാരം ഉയർത്തണം. നിങ്ങളുടെ ശീലങ്ങളും മാറണം. നിങ്ങളുടെ തീരുമാനങ്ങളും മാറണം. സമ്പത്ത് ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമല്ലാതെ വളരെ മുൻപ് മനസ്സിൽ ആരംഭിക്കുന്ന ഒരു യാത്രയാണ്. അതിനാൽ അടുത്ത തവണ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നോക്കി നിരാശപ്പെടുന്നതിന് മുൻപ് ഒരു നിമിഷം നിങ്ങളുടെ